ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലുള്ള പുതിയൊരു ടാസ്ക്കാണ് സോഷ്യൽ മീഡിയ ടാസ്ക്. ഈ ഒരു ടാസ്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്തു, മൈ ടാസ്കിൽ ഡു ടാസ്ക് എടുത്തു. അപ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും താഴെയായിട്ട് സോഷ്യൽ മീഡിയ ടാസ്ക്. ഓക്കെ, നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിന് എല്ലാ ദിവസങ്ങളിലും ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ടാസ്ക് മന്ത്ര പ്രൊവൈഡ് ചെയ്യുന്ന പോസ്റ്ററുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റർ വ്യൂ കിട്ടുന്ന ആൾക്കുള്ളതാണ് ഈ ഒരു കോൺടെസ്റ്റിലെ വിന്നർ എന്ന് പറയുന്നത്. അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ വിന്നറിനെ കണക്കാക്കുന്നത്. ഫേസ്ബുക്കിന് വിന്നറാകുന്ന ആൾക്ക് 1000 TV ആണ് ഫസ്റ്റ് പ്രൈസ്. ഇൻസ്റ്റഗ്രാമിൽ വിന്നറാകുന്ന ആൾക്ക് 1000 TV ആണ് ഫസ്റ്റ് പ്രൈസ്. വാട്സപ്പിൽ വിന്നറാകുന്ന ആൾക്കും 1000 TV ആണ് ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പം മൂന്നിലും 1000 1000 1000 രൂപയാണ്. 1000 TV എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് നമുക്ക് വിന്നറിനുള്ള ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്ത ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായ രീതിയിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ടാസ്ക് മന്ത്രിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസറോടോ നമ്മുടെ ഏതെങ്കിലും ആക്റ്റീവ് ഗ്രൂപ്പിലോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലിങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ടാസ്ക് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഫോളോ ചെയ്യാം. ടാസ്ക് മന്ത്ര എല്ലാ ദിവസങ്ങളിലും നമുക്ക് എന്താണോ പ്രോഗ്രാംസ് ഉള്ളത്, എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് പബ്ലിക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട് മലയാളത്തിലും. തിങ്കളാഴ്ച നമുക്ക് മലയാളം അല്ലാത്ത ലാംഗ്വേജിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് ടാസ്ക് ഫോഴ്സ് ട്രെയിനിങ്ങും ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിങ്ങും ഉണ്ട്. ശനിയാഴ്ച നമുക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ എക്സ്പാൻഷൻ മാവൻ ഓഫർ കിട്ടുന്ന ആളുകളുണ്ട്, വിന്നറാകുന്ന ആളുകളുണ്ട്. ടാസ്ക് മന്ത്രയുടെ ബെസ്റ്റ് ഇൻ്റഗ്രേറ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റർ നമുക്കൊരു മാസം ഉണ്ടാവും. ടാസ്ക് മന്ത്രയുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ടാസ്ക് മന്ത്ര ഇടുന്ന പോസ്റ്റർ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുക. അതിന് എത്രത്തോളം ഷെയർ, കമൻറ്റ്, ലൈക്ക് കിട്ടുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫേസ്ബുക്കിലുള്ള പോയിൻ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, കൗണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ടാസ്ക് മന്ത്ര ഇന്ന് ഈ ഒരു പോസ്റ്ററാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആണ്. അപ്പോൾ ടാസ്ക് മന്ത്രയുടെ ഫേസ്ബുക്ക് പേജിലുള്ള ഈ ഒരു പോസ്റ്ററിനെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു പോസ്റ്ററിൻ്റെ താഴെ ഇവിടെ ഷെയർ എന്നുണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് ഫേസ്ബുക്കിലേക്ക് ഷെയർ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഇതിനെ ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളൊന്ന് ബാക്ക് പ്രസ് ചെയ്തു. ഇപ്പം മുംതാസ് ഈ ടാസ്ക് മന്ത്ര എന്നുള്ളതാണ് എൻ്റെ ഫേസ്ബുക്ക്. അതിലേക്കിപ്പം ഷെയർ ആയിട്ടുണ്ട്. ഇനി അതിലെത്രത്തോളം ലൈക്ക്, കമൻറ്റ്, ഷെയർ വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഫേസ്ബുക്കിലെ കാൽക്കുലേഷൻ നടക്കുന്നത്. ഞാനിപ്പം ഷെയർ ചെയ്ത പോസ്റ്റർ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് എത്രത്തോളം ലൈക്ക്, കമൻറ്റ്, ഷെയർ കിട്ടുന്നു എന്നതുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഒരു ലൈക്കിന് 2 പോയിൻ്റ്, കമൻറ്റിന് 10 പോയിൻ്റ്, ഷെയറിന് 20 പോയിൻ്റ് എന്നിങ്ങനെയാണ് പോയിൻ്റ് നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 50 ലൈക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് നല്ലതായിട്ടൊരു 10-20 കമൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോസ്റ്ററിൻ്റെതും പോയിൻ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫേസ്ബുക്ക് ആകുമ്പം നമുക്ക് ഈ ഒരു മാസത്തെ പോസ്റ്ററിൻ്റെത്, അതായത് ജൂലൈ മാസത്തെ പോസ്റ്റർ നമ്മൾ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ അതിനെ ടാസ്ക് മന്ത്ര പേജിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുവരെ നമുക്ക് ടൈമുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്നത് ഒരുമിച്ച് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഫേസ്ബുക്കിലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ കൗണ്ടിങ്സ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് മന്ത്ര പേജിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ലൈക്കിന് 2 പോയിൻ്റാണ്, കമൻറ്റിന് 10 പോയിൻ്റാണ്, ഷെയറിന് 20 പോയിൻ്റാണ്. ഓക്കെ, ഇനി നമ്മൾ ടാസ്ക് മന്ത്രയുടെ ഇൻസ്റ്റഗ്രാം പേജാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലിങ്ക് അറിയില്ലെങ്കിൽ നമ്മുടെ സ്പോൺസറോട് ചോദിക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് മന്ത്ര പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റേഴ്സും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് ടാസ്ക് മന്ത്ര അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്ററിനെ നമ്മുടെ സ്റ്റോറി ആയിട്ട് വെക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് നമുക്കിവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ആഡ് ടു സ്റ്റോറി എന്ന് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ സ്റ്റോറി ആയി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ബാക്ക് പ്രസ് ചെയ്യാം.
എന്നിട്ട് ഇതാ നമ്മുടെ സ്റ്റോറി കണ്ടോ, ഇതിൽ ഒരു വ്യൂവിന് 15 പോയിൻ്റാണ് ടാസ്ക് മന്ത്ര നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വ്യൂ കിട്ടുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ പോയിൻ്റ് കണക്കാക്കുന്നത്. അപ്പോൾ 15 പോയിൻ്റാണ് ഒരു വ്യൂവിനുള്ളത്. അപ്പം സ്റ്റോറി 24 മണിക്കൂറേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം ആളുകൾ കണ്ടു എന്നുള്ളത് 24 മണിക്കൂറിന് മുന്നേ നമ്മളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ സ്റ്റോറി ആക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ വെക്കുന്നതെങ്കിലും നമുക്കിതുപോലെ നമ്മുടെ CMO ആയിട്ടുള്ള ജോമോൻ സാറ് നമുക്കിതുപോലെ മെസ്സേജ് അയക്കാറുണ്ട്. നമ്മളെ കമ്പനിയിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് പാസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോസ്റ്ററും അതിൻ്റെ ട്രെയിനിങ് ആണെങ്കിലും ഓറിയൻറ്റേഷൻ ആണെങ്കിലും മീറ്റിംഗ് ലിങ്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം. ഓക്കെ, അപ്പം 24 മണിക്കൂർ ആവുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്സപ്പിൽ സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുന്നു. ഒരു മാസത്തെ മുഴുവൻ സ്ക്രീൻഷോട്ടും നമ്മൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അടുത്ത മാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടോട്ടൽ കൗണ്ടിങ് എത്രയാണെന്നുള്ളത് ടാസ്ക് മന്ത്രയിലേക്ക് അതിനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം വ്യൂ ആകുന്ന ടൈമിൽ 24 മണിക്കൂർ ആവുന്നതിന് മുന്നേ നമ്മളിതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുക. ഒരു മാസത്തത് നമ്മളിങ്ങനെ വാട്സപ്പിലേക്കോ നമ്മുടെ നമ്പറിലേക്കോ ഒന്നിങ്ങനെ സെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കിങ്ങനെ ഓരോ പോസ്റ്റർ എടുത്ത് കഴിഞ്ഞാലും ഇതിനിപ്പോൾ എത്ര വ്യൂ ഉണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇപ്പോൾ 287 വ്യൂ ഉണ്ട്. നെക്സ്റ്റ് പോസ്റ്ററിനാണെങ്കിൽ 248 വ്യൂ ആണ്. അടുത്ത പോസ്റ്ററിനാണെങ്കിൽ 253 വ്യൂ ആണ്. അടുത്ത പോസ്റ്ററിന് 249 വ്യൂ ആണ്. അങ്ങനെ നമ്മളതിനെ ടോട്ടലായിട്ട് കണക്ക് കൂട്ടുക. ഓക്കെ, വാട്സപ്പിലാണെങ്കിൽ നമുക്ക് ഒരു വ്യൂവിന് കിട്ടുന്നത് 10 പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ എല്ലാ ഒരു മാസത്തെ പോസ്റ്ററും കൂട്ടിയിട്ട് കൗണ്ട് ചെയ്തിട്ട് എത്ര പോയിൻ്റാണോ കിട്ടിയിരിക്കുന്നത് ആ ഒരു പോയിൻ്റ് വേണം ടാസ്ക് മന്ത്രയിൽ ഫസ്റ്റ് ഞാൻ കാണിച്ച് തന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റേഴ്സിനെ ഷെയർ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഇതിനെ എൻ്റർ ചെയ്യുക നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മളിവിടെ ടാസ്ക് മന്ത്രയിൽ ഇതിനെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഐ ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ പോയിൻറ്റ്സ് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ. ഇപ്പോൾ നമ്മൾ ആഗസ്റ്റ് മാസത്തിലാണ് ഇതിനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ ജൂലൈയിലെ കൗണ്ടിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും ടൈം തന്നിരിക്കുന്നത്? നമ്മുടെ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്ററൊക്കെ മാക്സിമം ഷെയറും കമൻറ്റൊക്കെ കിട്ടാനുള്ളൊരു ടൈമാണ് ടാസ്ക് മന്ത്രം നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലൈക്ക് എത്ര കിട്ടി, ഇപ്പോൾ ഒരു 5 ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 പോയിൻ്റ് വെച്ചിട്ട് ആ ലൈക്കിൻ്റെ എമൗണ്ടും ഒരു 10 പോയിൻ്റ് വെച്ചിട്ട് എത്ര കമൻറ്റ് കിട്ടി എന്നുള്ളതിൻ്റെ പോയിൻറ്റും നമുക്ക് അത് എത്ര പേര് ഷെയർ ചെയ്തു അതിന് 20 പോയിൻ്റ് വെച്ചിട്ടുള്ള ടോട്ടൽ കൗണ്ടിങ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. ഇനി നമ്മൾ ഇൻസ്റ്റഗ്രാം അത് അപ്പോൾ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ആൾക്ക് 1000 TV ആണ് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ സ്റ്റോറി വെച്ചിട്ട് ടോട്ടൽ വ്യൂ കിട്ടിയിരിക്കുന്നത് ആ ഒരു അതേ ഇൻറ്റു 15 നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യൂ എത്രയാണോ ഒരു മാസത്തെ ടോട്ടൽ അതേ ഇൻറ്റു 15 എന്ന് ഗുണിച്ചതിന് ശേഷമുള്ള എമൗണ്ട് വാല്യൂ വേണം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് സബ്മിറ്റ് കൊടുക്കാം. നമ്മുടെ സ്ക്രീൻഷോട്ട് നമ്മളിപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണോ അവരുടെ ഇമെയിലിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ ആ ഒരു മെസ്സേജ് കിട്ടുന്ന ആളുകൾ വേണം അവരുടെ സ്ക്രീൻഷോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ആരാണെന്നുള്ളത് നമ്മുടെ കമ്പനി തന്നെ അവരെ ഇൻഫോം ചെയ്ത് അറിയിക്കുന്നതാണ്. ഇനി നമ്മൾ വാട്സപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ സ്ക്രീൻഷോട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എത്രയാണോ ടോട്ടൽ കൗണ്ടിങ് നമ്പർ കിട്ടിയിരിക്കുന്നത് ആ ഒരു നമ്പർ വേണം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് ആണ്, അതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ കൗണ്ട് ചെയ്ത സമയത്ത് 4924 എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ സംഖ്യ. അതേ ഇൻറ്റു 10 അപ്പം 49,240 എന്നാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു വ്യൂവിന് 10 പോയിൻ്റ് ആണ്. ടോട്ടൽ എനിക്ക് കിട്ടിയ എണ്ണം എന്ന് പറയുന്നത് 4924 വ്യൂ ആണ്. സബ്മിറ്റ് കൊടുക്കാം. ഇനി ടാസ്ക് മന്ത്രി ഇതിനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആരാണോ ഏറ്റവും കൂടുതൽ ആളുകളെ ഇതിലേക്ക് എൻ്റർ ചെയ്യിച്ചിരിക്കുന്നത് അതിലായിരിക്കും
നമുക്ക് എന്ത് ചെയ്യുന്നത്, അവരോടായിരിക്കും സ്ക്രീൻഷോട്ടിന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. കമ്പനിയിൽ ഇത് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ സ്ക്രീൻഷോട്ട് കളയാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്ന മന്ത് കാണുന്നുണ്ട്, നമ്മൾ ഡേറ്റ് കാണിക്കുന്നുണ്ട്, ടോട്ടൽ പോയിൻ്റ് കാണിക്കുന്നുണ്ട്, അവൈറ്റിംഗ് അഡ്മിൻ അപ്രൂവൽ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ടാസ്ക് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടാസ്ക് ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാസ്ക് മന്ത്ര റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിലുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.